മെഷീനൊന്ന് മാറ്റി വേറൊന്നും വെക്കുന്നതിന് ഒരു ചെറിയ തുക വേണം. എല്ലാവരും എന്നെ എന്തെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വല്ല ഭക്ഷണം കഴിക്കാൻ വയ്യ. എപ്പോഴും ഇവിടെ കരച്ചിലാണ്. കരഞ്ഞ് കുഞ്ഞിന് ഒഴുകുന്നത് കരയാനും വയ്യ. കരയേണ്ടത് അതിനെ കൂടെ ഞാൻ പലതും പറഞ്ഞ് സമാധാനിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി വിഷമമുള്ള ഒരു വാർത്ത പറയുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് തലവൂർ അരിങ്ങട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ലത എന്ന് പറയുന്ന ഒരു ചേച്ചി കഴിഞ്ഞ 3 വർഷമായി ഈ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും അതോടൊപ്പം തന്നെ സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള അബദ്ധവുമാണ് ശരിക്കും ഈ ചേച്ചിയെ ഈ വീടിനുള്ളിലാക്കിയത്. അതായത് കുടല് ചുരുങ്ങി പോകുന്ന ഒരു അസുഖമായിരുന്നു. ഈ അസുഖവുമായി ബന്ധപ്പെട്ട് നടന്ന സർജറിയിൽ ഈ ചേച്ചിയുടെ വയറിൽ മെഷീൻ ഫിറ്റ് ചെയ്യുകയും പിന്നീട് അത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ, ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഒരു അവശ നിലയിലായിരിക്കുന്ന ആ ഒരു ചേച്ചിയാണ് ഞാനിവിടെ വരുമ്പോൾ കാണുന്നത്. ഇവരുടെ മകൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ഈ വീട് കടക്കെണിയിലാണ്. അതുപോലെ ഈ ഒരു ഗൃഹനാഥൻ, അദ്ദേഹം കൂലിപ്പണിയിലാണ്. വല്ലപ്പോഴും മാത്രമേ അദ്ദേഹത്തിന് ജോലി ഉണ്ടാവുകയുള്ളൂ. ഈ ചേച്ചിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭാരിച്ച തുക വേണം. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ചെയ്യണം. നമുക്ക് ഏതായാലും ആ ചേച്ചിയോട് ചോദിക്കാം എന്തായിരുന്നു സംഭവിച്ചതെന്ന്. ചേച്ചി, എത്ര നാളായി ചേച്ചി ഈ വീടിനുള്ളിൽ ഇങ്ങനെ കിടപ്പായിട്ട്? എന്തായിരുന്നു അവസ്ഥ? വയറ്റിലൊരു മുഴയായിരുന്നു. 2024 മുതൽ വീട്ടിൽ കിടപ്പാണ്. വയറ്റിലെ മുഴ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞ് ഇത് മൂന്നാമത്തതാണ് ഈ മെഷീൻ വെച്ചത്. ആ മെഷീൻ വെച്ച ആ ഭാഗം ഇത്രയും പഴുത്ത് കൊണ്ട് ഇവിടെ ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. ഇനി ആ ഓപ്പറേഷൻ ചെയ്ത് ആ മെഷീൻ ഒന്ന് മാറ്റി വേറൊന്നും വെക്കുന്നതിന് ഒരു ചെറിയ തുക വേണം. എല്ലാവരും എന്നെ എന്തെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ചേച്ചി ശരിക്കും ഏത് ഹോസ്പിറ്റലായിരുന്നു? എന്തായിരുന്നു? ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. ഇങ്ങനൊരു മെഷീൻ വെക്കുന്ന സാഹചര്യം എന്തായിരുന്നു? കുടലൊട്ടിപ്പോയി. കുടലൊട്ടുന്ന അപൂർവ രോഗമാണ്. എന്നിട്ട് ഈ മെഷീൻ വെച്ചത് എത്രയും ഭാഗം ഒട്ടിപ്പോയി. അവിടെ പഴുക്കുന്നുണ്ട്. പഴുത്ത് അത്രയും ഭാഗം കീറിയിട്ടിരിക്കുക. അതിൽ കൂടെ പഴുപ്പായതുകൊണ്ട് എനിക്ക് വേദന പോലും സഹിക്കാൻ പറ്റാതിരിക്കുക. ഈ മെഷീൻ മാറ്റി വെക്കാൻ വേണ്ടി ഒരു ചെറിയ തുക, നല്ലൊരു തുക വേണം. അതിനെല്ലാവരും എനിക്ക് 100 രൂപയെങ്കിലും തന്നെ സഹായിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കും. ഇത്രയും ചികിത്സ നടന്നത് പോലും നാട്ടുകാരുടെ സഹായം കൊണ്ടും. സ്വന്തം വീടാ, പക്ഷെ വീട് ലോണാ. ഇല്ല, വേറെ സാമ്പത്തിക വരുമാനം ഇല്ല. ഭർത്താവ് ചെറിയ കൂലിപ്പണിക്ക് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് പോലും. വേറെ സാമ്പത്തികമില്ല. ഏക മകനുണ്ടായിരുന്നു, മോൻ മരിച്ചു. മോളുണ്ട്. സർജറിക്ക് എത്ര രൂപയാണ് ആവശ്യമായിട്ട്? 5 ലക്ഷം രൂപയോളം വേണമെന്നാണ് പറഞ്ഞത്. ചേച്ചിക്ക് ഇപ്പൊ ശരീരത്തിൽ വേദന കാരണം എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. ശരിക്കും ബാത്റൂമിൽ പോകാൻ പോലും പറ്റുന്നുണ്ടോ? ഇല്ല, ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഹാരമൊക്കെ കഴിക്കാൻ? ആഹാരമൊക്കെ കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അല്ലാതെ ഓഴ്സ് കഴിച്ച് കുടിക്കോ, കൂര ഉറുക്കി കുടിക്കോ, അങ്ങനെയുള്ളതൊക്കെ പറ്റുന്നുള്ളൂ. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകണം, പഴയതുപോലെ പോകണം, ജോലിക്ക് പോകണം, പഴയതുപോലെ ഒന്ന് ഇറങ്ങിക്കയറി നടക്കും. അതാണ് എന്റെ ആഗ്രഹം. ശേഷക്കാരിയാണ്. ഇപ്പൊ ആദ്യം യൂട്രസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതുപോലെ വയറ്റിൽ വേദന വന്നിട്ടാണ് പിന്നീട് ചെന്ന് നോക്കിയപ്പോഴാണ് മുഴയുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ മുഴ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ 4 ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. യൂട്രസിന് ഉൾപ്പെടെ 4 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതും പലരുടെയും സഹായം കൊണ്ടാണ് കുഞ്ഞ് ഇന്നുവരെ ഓപ്പറേഷൻ ചെയ്ത്. അല്ലാതെ കുഞ്ഞിൻ്റെ കയ്യിലൊരു നിവൃത്തിയില്ല. കാരണം ഇത് ജപ്തിയിലിരിക്കുകയാണ്. അതിനും അടയ്ക്കാൻ വയ്യാത്തൊരു ഭയങ്കര ബുദ്ധിമുട്ട്. എപ്പോഴും കുഞ്ഞ് കരയുക. കാരണം 5 പൈസ കയ്യിലില്ല. ഒന്നിനും എടുക്കാൻ പൈസ ഇല്ല. കൂലിവിലയ്ക്ക് കൂലിവിലയൊന്നും കിട്ടുന്നില്ല. കൊണ്ടുവരുന്നത് കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടാണ്. കൊണ്ടുവരുന്ന
ഡോക്ടർ പറഞ്ഞ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന്, അതൊന്നും മേടിച്ച് കഴിക്കാൻ എൻ്റെ കുഞ്ഞിന് ഒരു നിവൃത്തിയില്ല. അവളെങ്ങനെ ആഹപ്പാടെ ദോഷം. കാരണം ഇപ്പം പഴുപ്പ് പല പ്രാവശ്യം 1-2 മാസം കൊണ്ട് ഇങ്ങനെ പഴുപ്പ് പൊക്കോണ്ടിരിക്കുകയാണ്. കൂടുതലും ദുഃഖം എന്നോട് വിളിച്ചറിയുമ്പോൾ എനിക്ക് അതിനെങ്കായി കേൾക്കാൻ, എനിക്ക് അവളെ കാണാനുള്ള ഒരു മനസ്സ് പോലും എനിക്കില്ല. കാരണം എനിക്കിത് കാണാനുള്ള അവസ്ഥയില്ല. എൻ്റെ ഒരു മകൻ ഇതുപോലെ മരിച്ചതാണ്, ഹസ്ബൻഡ് വെച്ച് കിടന്ന് മരിച്ചതാണ്. അപ്പോഴും എനിക്കിപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും കാണാൻ വയ്യ. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കാണാൻ വയ്യ, സങ്കടം പറയേണ്ട, എന്തെങ്കിലും ഞാനൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു പൈസ ഇല്ലാതെ കിടന്ന് കരയും നിലവിളിക്കുകയും ചെയ്യുന്ന എൻ്റെ അടുത്ത് കിടന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞിന് ഒരു ചികിത്സയ്ക്ക് ഇത്രയും രൂപയും കൂടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത്രയും ഡേറ്റ് നീട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാ വശത്തൂടെ ഇങ്ങനെ പഴുപ്പ് പോകാൻ, എത്ര നാൾ കൊണ്ട് പഴുപ്പ് പോകുന്ന, ഉള്ളിൽ നിന്ന് പഴുപ്പ് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റത്തില്ല. ഈ മെഷീൻ ഇപ്പം കുടലിനോട് ചേർന്നിരിക്കുകയാണെന്ന് പറയുന്നത്, അത് മാറ്റി വയ്ക്കണമെങ്കിലോ അത് തിരിച്ച് വയ്ക്കണമെങ്കിലോ അതിന് നല്ല തുക വേണം. കഴിഞ്ഞ ഓപ്പറേഷനൊക്കെ തുക വേണമെന്നത് എത്ര പേരുടെ സഹായം കൊണ്ടാണ് കുഞ്ഞ് ഇതുവരെ ഈ നിലയിൽ വരെ ഇപ്പം എത്തിയത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിരിക്കും. ഓരോ നിമിഷവും വിളിച്ച് കരഞ്ഞുകൂടെ, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വല്ലം ഭക്ഷണം കഴിക്കാൻ വയ്യ. എപ്പോഴും ഇവിടെ കരച്ചില്ല. കരഞ്ഞ് കുഞ്ഞിന് ഒരുപാട് കരയാനും വയ്യ. കരയുമ്പോഴേ വേദന കൂടെ. ഞാൻ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് പറ്റില്ല. എന്നെ കൊണ്ട് അതിനോട്ടുള്ള സാമ്പത്തികം ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് സഹായിക്കാനുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടൊക്കുന്ന പലരോടും ഇങ്ങനെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് കണ്ടോണ്ട് നിൽക്കുന്നവർ, നിങ്ങളുടെ ലാവുന്ന സഹായം, കൂടുതലൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഒന്ന് സഹായം തന്നെ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തി അവർക്ക് നാളെ ഒരു മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ഈ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ആഗ്രഹിക്കുന്നത്, അവരുടെ ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ആ ഒരു പൈസ, ആ ഒരു തുക നമ്മളൊക്കെ വിചാരിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ, അല്ലെങ്കിൽ 10 രൂപയെങ്കിൽ 10 രൂപ. നമുക്ക് ശരീരം മുഴുവനും ശരീരത്തിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ശരീരത്തിൽ ഒരു മെഷീൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ മെഷീനും ഫിറ്റ് ചെയ്തുകൊണ്ട് എത്രയോ കാലങ്ങളായി ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നറിയോ. ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്ന് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ നടത്താനുള്ള ഒരു ആരോഗ്യം കൊടുക്കണമെന്നാണ് ഈ ചേച്ചി പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായ ഹസ്തങ്ങൾ എത്തിക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു.